ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ എക്കണോമിക്സിന്റെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഇക്കോണമി ബ്രിട്ടീഷുകാരുടെ പീരീഡിന് മുൻപ് എങ്ങനെയായിരുന്നു, അതുപോലെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം എങ്ങനെയാണ്, ഇനി നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാര് ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ്. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നു ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദി ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിന് നല്ലതായിരുന്നോ, ഗുണമായിരുന്നോ, ദോഷമായിരുന്നോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മെയിൻ ആയിട്ടും അഗ്രികൾച്ചർ തന്നെയായിരുന്നു അന്നത്തെ ഇന്ത്യക്കാരുടെ ഒരു പ്രധാന ഒരു നമ്മള് ലൈവ്ലിഹുഡ് എന്നൊക്കെ പറയത്തില്ലേ, അവരുടെ ഒരു എന്താണ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയായിരുന്നു. അപ്പോ ഈ അഗ്രികൾച്ചറിന് സംഭവിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം മാനുഫാക്ചറിങ് സെക്ടറും അത്യാവശ്യം മോശമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് അന്നത്തെ കാലത്ത് മാനുഫാക്ചറിങ് ഉണ്ട്, നമ്മുടെ ഇന്ത്യക്ക് അത്യാവശ്യം പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. ഒരു ഇന്റർനാഷണൽ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ അത്യാവശ്യം ഫേമസ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്ത്യക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സൗണ്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്താണ് ഈ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് കൃത്യമായിട്ടുള്ള ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയൽ ബേസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ഇന്ത്യയിൽ ഇടാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നില്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൽമൽ ഷാഹി, അതുപോലെ തന്നെ ധാക്ക മസ്ലിൻ പോലത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടൺ ടെക്സ്റ്റൈൽസും സംഭവങ്ങളും ഒക്കെ അന്ന് ഇന്ത്യയുടെ പേരിൽ ലോക പ്രശസ്തമായിരുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇങ്ങനത്തുള്ള നമ്മുടെ രാജ്യത്ത് നിലനിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ ഈ സമയത്ത് ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ അതിന് പകരമായിട്ട് പല മോഡേൺ ഇൻഡസ്ട്രികൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടായിട്ടില്ല താനും. അതായത് ഉള്ളത് പോവുകയും ചെയ്തു, പുതിയത് എന്തെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ ഒന്നും വന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഒരു കേസിൽ കിടക്കുകയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയോട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിനോട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു ഒറ്റവാക്കിൽ ഉത്തരം വേണം. അതിന്റെ പേരാണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ, അഥവാ നമ്മൾ വ്യവസായവൽക്കരണം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ വ്യവസായവൽക്കരണം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയെ നയിക്കുന്നത്. അപ്പൊ അങ്ങനെ നയിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഇവിടെ നമുക്കൊരു രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ആദ്യത്തെ ഉത്തരം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കളെ കയറ്റി അയക്കുന്ന ഒരിടമാക്കി മാറ്റുക, ഇതായിരുന്നു അവർ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയെ ഒരു മിയർ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ആക്കി മാറ്റുക, അതായത് റോ മെറ്റീരിയൽസ് കയറ്റി അയക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയില് ഈ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് ആക്കി നമ്മുടെ ഇന്ത്യയെ മാറ്റുക. ഓക്കെ, ഇന്ത്യ ഒരു മാർക്കറ്റ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യയെ രണ്ട് രീതിയിലാണ് ഈ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രികളെ നശിക്കാൻ ഈ ബ്രിട്ടീഷുകാർ കാരണമായോ എന്ന് ചോദിച്ചാൽ കാരണമായിട്ടുണ്ട്. അതിന് അവർക്കുണ്ടായിരുന്ന ഉദ്ദേശ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഇന്ത്യയെ ഒരു റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുക. അതായത് ഇവിടുന്ന് കിട്ടുന്ന പരമാവധി സാധനങ്ങളെല്ലാം പറക്കി കൂട്ടി അസംസ്കൃത വസ്തുക്കൾ, ഇൻപുട്ടുകളെല്ലാം നമുക്ക്
ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടനിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവിൽക്കാൻ പറ്റുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കിട്ടുന്നത് ആർക്ക് തന്നെയായിരിക്കും? ബ്രിട്ടൻ ആയിരിക്കും, അല്ലെ? തീർച്ചയായിട്ടും ഇതിന്റെ ഗുണം അനുഭവിക്കുന്നത് ആരായിരിക്കും? ബ്രിട്ടൻ ആണെന്നുള്ള കാര്യത്തില് ഒരു സംശയവും ഇല്ല. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തനത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കൈത്തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അവരെല്ലാം മാസീവായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന കൈത്തൊഴിൽ വെച്ചിട്ടുള്ള ഇൻഡസ്ട്രികളൊന്നും ഡെവലപ്പ് ആവുന്നില്ല. കാരണം വളരെ ചീപ്പായിട്ടുള്ള, വളരെ വില കുറഞ്ഞ സാധനങ്ങള് ഈ ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടീഷുകാർ എവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നാട്ടിലെ വില കൂടിയ സാധനങ്ങൾ വേണോടെ? അതിന്റെ ആവശ്യമില്ല. അപ്പോ ഈ സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വന്നപ്പോ, അതായത് ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വന്നപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ആ ഒരു ഡിമാൻഡ് കുറഞ്ഞപ്പോ അത് ഉണ്ടാക്കേണ്ടതിന്റെ പ്രൊഡക്ഷനും കുറയുകയാണ്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയില് ഭയങ്കരമായിട്ടുള്ള ഒരു തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഡിമാൻഡ് ഇല്ല. നമുക്ക് ഈ പറയുന്നത് പോലെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ പറയുന്ന പോലെ സാധനങ്ങൾ, അല്ലെ, വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഈ ബ്രിട്ടീഷുകാർ അവിടുന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയില് വൻതോതിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളുടെ ഉൽപാദനം കുറയുകയും അതുവഴി അത് ഉൽപ്പാദിപ്പിച്ചാലല്ലേ അവർക്ക് ജോലി കിട്ടത്തുള്ളൂ, അല്ലെ? നാട്ടിലെ ആൾക്കാർക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ അവർക്ക് അങ്ങനെ ജോലി ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കും അത് നയിക്കുകയാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അഗ്രികൾച്ചർ സെക്ടർ പോലെ തന്നെ അത്ര മെച്ചമൊന്നും അല്ലാത്ത ഒരു രീതിയിലായിരുന്നു ഇൻഡസ്ട്രിയൽ സെക്ടറും ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായിട്ട് ഈ കൈത്തൊഴിലൊക്കെ ചെയ്ത് നടന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. നിങ്ങൾ മേ ബി കുട്ടാവട്ടികള്, അല്ലെ, നമ്മുടെ ഈ മറ്റേ മുളയൊക്കെ വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിനൊക്കെ പകരം അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന നെയ്ത്തുകാര്, കോട്ടൺ ടെക്സ്റ്റൈൽ വർക്കേഴ്സ്, ഇവരെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇൻഡസ്ട്രികൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുവന്നിട്ടില്ല. പുതിയത് കൊണ്ടുവന്നിട്ടില്ല, ഉള്ളതിനെ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ രണ്ട് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. ഇന്ത്യ ഒരു റോ മെറ്റീരിയലിന്റെ എക്സ്പോർട്ടർ ആക്കി മാറ്റുക എന്നും അവസാനം വരുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാക്കി ഇന്ത്യ മാറ്റുക എന്നുള്ളതുമായിരുന്നു അതിന്റെ ഒരു കോൺസിക്വൻസ് എന്നോളം മാസീവ് അൺഎംപ്ലോയ്മെന്റ്, അല്ലെ, ഭയങ്കരമായിട്ടുള്ള തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഉണ്ടാവുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ 19-ാം നൂറ്റാണ്ടിന്റെ ഒരു സമയത്താണല്ലോ ഈ ബ്രിട്ടീഷുകാരുടെ വരവും സംഭവങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ 19-ാം നൂറ്റാണ്ടിന്റെ കറക്റ്റ് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ ചെറിയ രീതിയിൽ, എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നിന്ന് നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കുറെ ഇൻഡസ്ട്രികൾ ഉണ്ടായി എന്നുള്ള ഒരു ഇതില് നിങ്ങൾ അത് എടുക്കരുത്. വളരെ പതുക്കെയാണ് കേട്ടോ. കാരണം അതിന്റെ ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒച്ച എഴുതുന്നത് പോലെ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അത്രയും സ്ലോ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്ന മോഡേൺ ഇൻഡസ്ട്രികൾ ഇന്ത്യയിൽ എടുക്കുന്നത്. ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ സ്ലോ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽ മില്ലുകളൊക്കെ ഉണ്ടല്ലോ. കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽ മില്ലുകള് സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഈ ഒരു സമയത്ത് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കോട്ടൺ ടെക്സ്റ്റൈൽ മില്ലുകള് പ്രധാനമായിട്ടും ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കുറെ മില്ലുകളും സംഭവങ്ങളും ഒക്കെ. ഓക്കെ, ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യ എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. എന്നാലും ഞാനൊരു ഊഹത്തിന് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണേ. ഇത് നമ്മുടെ ഇന്ത്യ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഈ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ അറേബ്യൻ സീ, കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത് കിടക്കുന്ന ഈ ഒരു ഭാഗം, അല്ലെ? അപ്പൊ ഈ കേരളമൊക്കെ ഉള്ളത് ഈ വെസ്റ്റ് കോസ്റ്റിലാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഗുജറാത്തില്, അതുപോലെ തന്നെ നമ്മുടെ മഹാരാഷ്ട്ര, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് ഈ കോട്ടൺ മില്ലുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ജൂട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് കൊൽക്കത്ത കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ, വെസ്റ്റ് ബംഗാള് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് നമുക്ക് ജൂട്ട് മില്ലുകൾ മെയിൻലി കാണാൻ പറ്റുന്നത്. അന്ന് കൊൽക്കത്ത എന്നില്ല, ബംഗാളാണ്. ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും എല്ലാം കൂടെ ചേർന്ന് ഒരു ബംഗാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ബംഗാളിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ജൂട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ജൂട്ടിന്റെ മില്ലുകളൊക്കെ ഉണ്ടായിരുന്നത്.
അതേസമയം കോട്ടൺ മില്ലുകൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഗുജറാത്തിൽ അഹമ്മദാബാദ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ മഹാരാഷ്ട്രയിലെ മുംബൈയില് അല്ലെ, കോട്ടണോപോളിസ് എന്നാണ് അത് അറിയപ്പെടുന്നത് പോലും. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള മില്ലുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് അയൺ ആൻഡ് സ്റ്റീലിന്റെ ആണ്. ഓക്കെ, അതായത് ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ ഈ ഒരു സമയത്ത് ചെറിയ രീതിയിൽ ഒരു 20th സെഞ്ചുറി ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടിസ്കോ അല്ലെ, ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന ടിസ്കോ ഉണ്ടാവുന്നുണ്ട്. ടിസ്കോ രൂപീകരിച്ച വർഷമൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്തു വെച്ചിരിക്കുക. 1907 ആണ് കേട്ടോ, 1907 ടിസ്കോ രൂപീകരിക്കുന്നത്. ടിസ്കോയുടെ ഫുൾ ഫോമും കൂടെ നോക്കുക, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള, അപ്പം ഇത് പെട്ടെന്നൊന്ന് വളർന്നു വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പതുക്കെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒച്ച എഴയുന്നത് പോലെ വളരെ പതുക്കെ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്ന 2-3 ഇൻഡസ്ട്രികളാണിത് കേട്ടോ. അപ്പൊ അതിനകത്ത് മോഡേൺ ഇൻഡസ്ട്രികളിൽ നമുക്ക് കോട്ടണും ജൂട്ടും ഒക്കെ പറയാം. പിന്നെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പോലത്തുള്ള കമ്പനികളൊക്കെ 1907 ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ബംഗാൾ റീജിയൻ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ മറ്റു ചില, അതായത് ഇപ്പം സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ 2ാം ലോക മഹായുദ്ധം ഒക്കെ കഴിയുമ്പോഴത്തേക്കും മറ്റു ചില ഇൻഡസ്ട്രികൾ, അതായത് ഷുഗർ, സിമെന്റ്, അങ്ങനത്തുള്ള പേപ്പർ, ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ മറ്റു ചില ഇൻഡസ്ട്രികൾ കൂടെ അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത്രയും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ബ്രിട്ടീഷുകാർ എന്തെങ്കിലും നല്ലത് ഇൻഡസ്ട്രിയൽ സെക്ടറിന് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തില്ല എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, കൂടുതൽ ദോഷം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെ, കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽ മിൽസ്, അത് ഒരുപാട് ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടിസ്കോ പോലത്തുള്ള കമ്പനികൾ, ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ അവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, അപ്പൊ ഇത്രയും സംഭവങ്ങൾ, ഇൻഡസ്ട്രികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിൽ പോലും അവിടെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു രാജ്യത്ത് മെഷീനുകളൊക്കെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ ഇൻഡസ്ട്രികളെ കൂടുതലും എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്റ് ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടി കൂടുതൽ ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്, വ്യവസായവൽക്കരണം. എന്നാൽ ഈ വ്യവസായവൽക്കരണം ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ ആളുകളും മെഷീനും മാത്രം പോരാ. ഈ മെഷീൻ മാക്സിമം നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരിക്കണം. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ ആണല്ലോ ഈ മെഷീന്, അങ്ങനത്തുള്ള സംഭവങ്ങൾ, ടൂൾസ്, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം നമ്മൾ നോർമലി ക്യാപിറ്റൽ ആയിട്ട്, മൂലധനമായിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മെഷീനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രികൾ അന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അതായത് മെഷീനുകളും ടൂളുകളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് ഇൻഡസ്ട്രികൾ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അവിടെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി വേണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മളെല്ലാം പുറത്തുനിന്ന് മെഷീനുകളൊക്കെ വാങ്ങി നമ്മുടെ രാജ്യത്തിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ തന്നെ ഈ മെഷീനുകളും സംഭവങ്ങളും ഉണ്ടാക്കി നമ്മൾ തന്നെ അത് ബെറ്റർ ആക്കി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു രാജ്യം വികസിക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു, അതായത് നമ്മുടെ രാജ്യം ഒരു തരത്തിലും രക്ഷപ്പെടരുതെന്ന് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കുള്ളിനുള്ളിൽ ഒരു തോന്നൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അവരിവിടെ ബുദ്ധിപൂർവ്വം ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രികളൊന്നും തന്നെ ഇടുന്നില്ല. അതായത് മെഷീനുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസായങ്ങളൊന്നും ഇവിടെ തുടങ്ങുന്നില്ല. പകരം അതൊക്കെ അങ്ങ് ബ്രിട്ടനിൽ ഉണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ബ്രിട്ടനിൽ കൊണ്ടുവന്ന് മെഷീനുകളിലിട്ട് അത് ഉണ്ടാക്കി അത് തിരിച്ചിവിടേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഈ സമയത്തൊന്നും നമുക്ക് ഈ പറയുന്ന ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഡെവലപ്പ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. ഈ സമയത്തും ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് പുരോഗമനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി GDP എന്താണ്? GDP എന്താണെന്ന് നിങ്ങൾക്ക് മേ ബി അറിയില്ലായിരിക്കും, അതുകൊണ്ട് ഞാനൊന്ന് പറയാം. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഞാനൊന്ന് ഇന്ത്യ വരയ്ക്കുകയാണേ. എന്റെ ഇന്ത്യ അത്ര പോരാ, എന്നാലും ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. നിങ്ങൾ ഇത് ഇന്ത്യ ആയിട്ട് അങ്ങ് വിചാരിച്ചോ. ഇത് നമ്മുടെ ഇന്ത്യ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് അകത്ത്, ഓക്കെ, ഇന്ത്യയുടെ ഈ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളില്, അതായത് ഇന്ത്യയുടെ ഈ അതിർത്തിക്കുള്ളില്, ആഭ്യന്തര അതിർത്തിക്കുള്ളില്
പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫൈനൽ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP എന്ന് പറയുന്നത്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ അല്ലെ, വീട്ടിൽ വളർത്തുന്ന നമ്മൾ വളർത്തു മൃഗങ്ങളെ അല്ലേ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂവിനെയാണ് നമ്മൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രികൾ കൊടുത്തിട്ടുണ്ടായിരുന്ന, അതായത് ഇൻഡസ്ട്രികളുടെ GDP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. വളരെ കുറവ് വരാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ആൾക്കാർക്കൊന്നും ജോലിയില്ല, ആൾക്കാര് പ്രൊഡക്ഷൻ നടത്തുന്നില്ല, അല്ലെ? പ്രൊഡക്ഷൻ നടത്തുന്നില്ല, ജോലിയില്ല, പിന്നെ എങ്ങനെ GDP കൂടുക, അല്ലെ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലല്ലേ GDP കൂടൂ. അപ്പം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഈ ഒരു സമയത്ത് GDP ഭയങ്കര കുറവായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ഈ പറയുന്നത് പോലെ ഒരുപാട് അല്ലെ, പിന്നെന്താ പറയാൻ പറ്റുന്നേ, പിന്നെ ഈ ഗവൺമെന്റിന്റെ കീഴിൽ അന്ന് ഇവരാണല്ലോ, ബ്രിട്ടീഷുകാരാണല്ലോ. ബ്രിട്ടീഷുകാരുടെ കീഴിൽ വളരെ കുറച്ച് ഏരിയകൾ മാത്രമായിരുന്നു പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് മേ ബി സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിരിക്കും ഇവര്. റെയിൽവേ ഒക്കെ ഇപ്പോഴും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് അല്ലെ. ഈ സ്വകാര്യവൽക്കരിക്കുന്നു, പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. പവർ ജനറേഷൻ അത് പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കാം. കമ്മ്യൂണിക്കേഷൻ, പോർട്ടുകൾ, അദാനി പോർട്ട് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വളരെ കുറച്ച് മേഖലകളിൽ മാത്രമായിരുന്നു അന്നത്തെ കാലത്ത്. നമ്മൾ പറയുന്നത് ബ്രിട്ടന്റെ കാലഘട്ടമാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ മാത്രമായിരുന്നു, വളരെ കുറഞ്ഞ ഫീൽഡുകളിൽ മാത്രമായിരുന്നു ഈ ബ്രിട്ടീഷുകാർ നേരിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശാവസ്ഥയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ആ ഒരു ഫോൾഡ് ആ ഒരു പോയിന്റ്സ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, പിന്നെ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തോ, അതുപോലെ GDP-യുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അത് ഓക്കെ ആണോ? ആ ഒരു ടോപ്പിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് നമ്മൾ പറയുന്ന ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. എന്താണ് ഫോറിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, വിദേശ രാജ്യമാണ് അല്ലെ ഫോറിൻ കൺട്രി. അപ്പൊ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയുടെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടായോ ഇല്ലയോ എന്നറിയാത്ത സമയം മുതൽ, അതായത് നമ്മൾ ഇന്ന് ഈ വിളിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആ ഒരു തുടക്ക സമയം തൊട്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഫോറിൻ ട്രേഡ് അല്ലെ. അതായത് പുറത്തുള്ള പല രാജ്യങ്ങളുമായിട്ടും പല കച്ചവട ബന്ധങ്ങളും നമുക്ക് ഈ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തി കാണാനായിട്ട് പറ്റും. അപ്പം സിൻസ് ഏൻഷ്യൻ ടൈംസ് ആണ് അല്ലെ, പണ്ട് തൊട്ടേ, ഇപ്പോഴെങ്ങും അല്ല, നമ്മള് എന്താണ് പൂർവാധീന കാലം തൊട്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഇത് കാണാനായിട്ട് പറ്റും അല്ലെ. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ചില നയങ്ങൾ കാരണം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഫോറിൻ ട്രേഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതായത് ബ്രിട്ടീഷുകാരാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും അവര് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒപ്പിച്ച് അവര് നമ്മുടെ എല്ലാം കുളവാക്കിയിരിക്കും അല്ലെ. അപ്പോ ഇവിടെ എന്തൊക്കെയാ ചെയ്തതെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനി തൊട്ട് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന്. ഓക്കെ, നിങ്ങൾ എന്ത് കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അതിന്റെ ട്രേഡ് ഞങ്ങൾ തീരുമാനിക്കും. അതിന്റെ താരിഫ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട്സ്, അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള ടാക്സിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ തീരുമാനിക്കും എന്ന് ബ്രിട്ടീഷുകാർ പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയുടെ ആ ഒരു വിദേശ വ്യാപാരത്തെ അഫക്ട് ചെയ്യുമല്ലോ, അതിനകത്ത് യാതൊരു സംശയമില്ല അല്ലെ. അങ്ങനെ നമ്മുടെ വിദേശ വ്യാപാരത്തെ ഇത് അഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെയും കുളവാക്കി അല്ലെ, അഗ്രികൾച്ചർ കുളവാക്കി, ഇൻഡസ്ട്രി കുളവാക്കി, ഇതാണ്ട് അടുത്ത ഫോറിൻ ട്രേഡ്, ആകപ്പാട് എന്തെങ്കിലും കിട്ടുന്ന ഒരു ഐറ്റം ആയിരുന്നു, അതും പോയി. ഓക്കെ, അപ്പോ അങ്ങനെ. അപ്പോ ഇന്ത്യയില് ഈ പറയുന്നത് പോലെ അവർ എന്തിന്റെയൊക്കെ എക്സ്പോർട്ടർ ആയിരുന്നു. നമ്മൾ കുറെ നേരമായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നു. എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്? റോ സിൽക്ക് നമുക്ക് പറയാം, അതായത് പച്ചപ്പട്ട് ഉണ്ടല്ലോ, പട്ട്, പ്യുവർ ആയിട്ടുള്ള പട്ട്, സിന്തസൈസ് ചെയ്യാത്ത പട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കോട്ടൺ, വൂള്, ഷുഗർ, ഇൻഡിഗോ, ജൂട്ട് പോലത്തുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു
അന്ന് കൊടുത്തോണ്ടിരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി തിരിച്ചിങ്ങോട്ടേക്ക് ഇറക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകും അല്ലെ. തിരിച്ചെന്താ അവർ കൊണ്ട് നമുക്ക് തരുന്നേ? കോട്ടൺ, സിൽക്ക്, വൂളൻ ക്ലോത്ത്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇങ്ങനത്തുള്ള സാധനങ്ങൾ അല്ലെ. കൺസ്യൂമർ ഗുഡുകൾ, അതായത് നമുക്ക് ഡയറക്ട്ലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും അതല്ലാതെയുള്ള ക്യാപിറ്റൽ ഗുഡ്സും ഒക്കെ ആയിരുന്നു ഈ ബ്രിട്ടീഷുകാര് പുറത്തു നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പം ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നേ? ഇപ്പൊ ഇന്ത്യയില് എന്താണ്, വളരെ പണ്ട് കാലം തൊട്ട് തന്നെ ഇന്ത്യയിൽ നമുക്ക് ഫോറിൻ ട്രേഡ് കാണാൻ പറ്റും. പക്ഷേ ബ്രിട്ടീഷുകാർ വന്ന് അത് കുളവാക്കുന്നതായിട്ടുള്ള ഒരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ എപ്പോഴും, നിങ്ങളൊരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം, ബ്രിട്ടീഷുകാർ എപ്പോഴും ഇന്ത്യയുടെ ആ ഒരു ട്രേഡിന് മുകളിൽ ഒരു കുത്തകാവകാശം, അതായത് ഞങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ വ്യാപാരങ്ങളുടെയും മുതലാളി എന്നുള്ള രീതിക്ക് ഒരു കുത്തകാവകാശം, പിന്നെ നമ്മൾ മോണപ്പൊളി എന്നാണ് പറയുന്നത്. ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് അല്ലെ, ഇവിടുന്ന് എന്ത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്താലും ഇവിടുന്ന് എന്ത് സാധനം കയറ്റുമതി ചെയ്താലും ഇന്ത്യയിൽ നിന്ന് തീർച്ചയായിട്ടും അതിന്റെ എല്ലാ അധികാരവും ആരാണെന്നാണ് പറയുന്നത്? ബ്രിട്ടീഷുകാരാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അന്ന് ഇന്ത്യക്ക് സുപ്രധാനമായിട്ട് ബന്ധമുണ്ടായിരുന്ന, അതായത് ട്രേഡ് റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളുമായിട്ടും ആ ഒരു എന്താണ് റിലേഷൻ, ആ ഒരു ട്രേഡ് റിലേഷൻ ഇല്ലാതാവുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പം എന്താണ് ഈ പറയുന്നത് പോലെ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ശ്രീലങ്ക പോലത്തുള്ള സ്ഥലങ്ങളുമായിട്ടൊക്കെയുള്ള, അന്ന് സെയിലോൺ എന്നാണ് പറയുന്നത്. അപ്പൊ സെയിലോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ട്രേഡ് ലിമിറ്റേഷൻസ് ഒക്കെ വന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം വളരെ കുറഞ്ഞ, അതായത് ബ്രിട്ടൻ പോലത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം കയറ്റുമതി ഇറക്കുമതി നടക്കുന്നു. ശ്രീലങ്ക പോലത്തുള്ള സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ ചൈനയോ അതൊക്കെയായിരുന്നു പണ്ടത്തെ ഇന്ത്യയുടെ കൂട്ട്. പക്ഷെ അവർക്കൊന്നും ഇപ്പൊ എന്തില്ല, ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൽ വലിയ അവകാശമൊന്നുമില്ല. ബ്രിട്ടൻ ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള അവകാശം എന്നുള്ളത്. ഇനി നിങ്ങൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് സൂയസ് കനാൽ. എന്താണ് സൂയസ് കനാൽ എന്ന് പറഞ്ഞാല്? സൂയസ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബ്രിട്ടീഷുകാർക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു പവർ കൊടുത്തത് സത്യം പറഞ്ഞാൽ ഈ സൂയസ് കനാൽ തുടങ്ങുന്നതാണ്. സൂയസ് കനാൽ എന്ന് പറയുമ്പോൾ കനാൽ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാം, അതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർവേ ആണ് അല്ലെ. നമ്മള് പ്രകൃതിയാ ഉള്ള നദികളല്ലാതെ നമ്മൾ കനാലുകളൊക്കെ നിർമ്മിക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഈജിപ്തിലെ ഒരു ഇസ്തമസ് ഓഫ് സൂയസ് ഉണ്ട്. ആ സൂയസിനെ നോർത്ത് സൗത്ത് കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ വാട്ടർവേ ആണ്, അതായത് ഒരു കനാലിനെയാണ് നമ്മൾ ഈ സൂയസ് കനാൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ കടല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ പോർട്ട് സെയ്ഡ് എന്ന് പറയുന്ന ഒരു തുറമുഖവും അതുപോലെ ഗൾഫ് ഓഫ് സൂയസുമായിട്ടാണ് ഇത് കണക്ട് ആവുന്നത് കേട്ടോ. റെഡ് സീയും മെഡിറ്ററേനിയൻ സീയും, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെഡ് സീയും മെഡിറ്ററേനിയൻ സീയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ രണ്ടിനും കൂടെ കണക്ട് ചെയ്യുന്നതാണ് ഏത് സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ലോകത്തുള്ളതിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാട്ടർവേ ആണ് ഈ സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ അത് 1869 തുറക്കുന്നത് കേട്ടോ. അപ്പൊ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിലോ നിങ്ങള് വാസ്കോഡ ഗാമയുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇത് നമ്മുടെ ആഫ്രിക്കയാണെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ആഫ്രിക്കയുടെ ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശം ചുറ്റി വേണം നമ്മുടെ ഇന്ത്യ ഇവിടെ കിടക്കുകയാണ്, അപ്പൊ ഇന്ത്യയുടെ അടുത്തോട്ട് എത്താൻ. ഓക്കെ, ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ. പക്ഷേ ഈ സൂയസ് കനാൽ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ ഈ ആഫ്രിക്ക കിടന്ന് ചുറ്റണ്ട, അവർക്ക് ഡയറക്ട്ലി തന്നെ ഇന്ത്യയിലേക്കുള്ള ഒരു ആക്സസിബിലിറ്റി കിട്ടുകയാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് ഇനി അവർക്ക് ഡയറക്ട്ലി തന്നെ വരാം. അവർക്ക് എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ ചുറ്റിക്കളിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ അങ്ങനെ ചുറ്റിക്കളിക്കേണ്ടി വരത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒത്തിരി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ആക്സസിബിലിറ്റി കൂടും അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. അപ്പൊ അങ്ങനെ 1869 ഈ പറഞ്ഞിട്ടുള്ള സൂയസ് കനാൽ എന്ത് ചെയ്യാണ്, തുറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സൂയസ് കനാൽ ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ സമയത്ത് ഫോറിൻ ട്രേഡില് നമുക്ക് വൻ വർധനവുണ്ടായി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കയറ്റുമതി കൂടി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കും, ടീച്ചർ ചുമ്മാ പറയല്ലേ. തെറ്റാണ്, അങ്ങനെ വരത്തില്ല, അങ്ങനെ വരാൻ ഒരു വഴിയില്ല, എല്ലാം കുറയല്ലേ, പിന്നെ ഇത് മാത്രം എങ്ങനെ കൂടും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്, അതായത് ഈ ബ്രിട്ടീഷുകാരുള്ള ടൈമിലെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എടുത്താൽ
അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നിങ്ങൾ പഠിക്കേണ്ടത് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് നമുക്ക് എന്താണ് ആവശ്യത്തിൽ കൂടുതൽ അല്ലെ നമ്മൾ കയറ്റുമതി ചെയ്തിട്ട് പിന്നെയും ഇങ്ങനെ നമുക്ക് ഈ പറയുന്നത് പോലെ മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലാർജ് എക്സ്പോർട്ട്, അതായത് എക്സ്പോർട്ട് ആണ് കൂടുതൽ, ഇമ്പോർട്ട് കുറവാണ്. ഇവിടുത്തെ സാധനങ്ങൾ കയറ്റി അയക്കുകയാണ്, ഇറക്കുമതി കുറവാണെന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് എവിടെയാണെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ എക്സ്പോർട്ട് സർപ്ലസ് ഭയങ്കര കൂടുതലാണ്. അതായത് എക്സ്പോർട്ട് ആണ് ഇമ്പോർട്ടിനെക്കാട്ടിൽ കൂടി നിൽക്കുന്നത്. അതാണ് സിംപ്ലിയോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്പോർട്ട് ആണ് ഇമ്പോർട്ടിനെക്കാട്ടിൽ കൂടി നിൽക്കുന്നത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് എവിടെയാ വരുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇപ്പൊ സാധാരണ ഒരു രാജ്യം കയറ്റുമതി ചെയ്താൽ അവർ എത്രമാത്രം ഡെവലപ്പ് ആവുമെന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ ഇന്ത്യക്ക് ഒരു വളർച്ച വന്നില്ല. അതെന്തുകൊണ്ട് വളർച്ച വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന പോലെ ഗോൾഡോ സിൽവറോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടുമല്ലോ. ഇങ്ങനെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഇന്ത്യക്ക് പ്രത്യേകിച്ച് പറയത്തക്ക സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടില് സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നാട്ടില് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അതുപോലെ ഇന്ത്യയിലേക്ക് ഈ പറയുന്നത് പോലെ പുറത്തേക്ക് സാധനങ്ങൾ കൊടുത്താലും അതിന്റെയൊക്കെ റെമ്യൂണറേഷൻ അല്ലെ, അതിന്റെയൊക്കെ റീപേയ്മെന്റ് എന്ന് പറയണ്ട, അതിന്റെയൊക്കെ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന പൈസ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിലും അത് ഇന്ത്യക്കാര് കണ്ടിട്ടില്ല എന്ന് വേണം നമ്മൾ അവിടെ മനസ്സിലാക്കാൻ. ഇപ്പൊ ഗോൾഡും സിൽവറും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നു, എക്സ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇന്ത്യക്കാരെ കണി കാണിച്ചിട്ടില്ല. പകരം ബ്രിട്ടീഷുകാർ എന്താ ചെയ്തതെന്നറിയോ? അവരുടെ ജോലിക്കാരുണ്ടല്ലോ, അതായത് ബ്രിട്ടനിലെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനും അവരുടെ മറ്റ് ചെലവുകളൊക്കെ വഹിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവരിത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ എക്സ്പോർട്ട് സർപ്ലസ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതലായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു റെമ്യൂണറേഷൻ പറയുന്ന പോലെ ഒരു റിട്ടേൺ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതിന് കാരണം എന്താന്ന് വെച്ചാൽ ആ പൈസ എടുത്തിട്ടാണ് ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഈ പറയുന്ന ബ്രിട്ടനിലുണ്ടായിരുന്ന, ഇവിടുത്തുകാർക്കും അല്ല, ബ്രിട്ടനിലുണ്ടായിരുന്ന ആൾക്കാർക്ക് എന്ത് കൊടുത്തുകൊണ്ടിരുന്നത്, ആ ഈ പറയുന്നത് പോലെ ശമ്പളവും സംഭവങ്ങളും അവരുടെ ചെലവുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആദ്യം പഠിച്ചൊരു വ്യക്തിയില്ലേ, നമ്മുടെ ദാദാഭായ് നവറോജി. അപ്പൊ ഇതിനെയാണ് നമ്മുടെ ദാദാഭായ് നവറോജി വിളിച്ചത് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് കേട്ടോ. ഡ്രെയിൻ ഓഫ് വെൽത്ത്, അതായത് നമ്മുടെ സമ്പത്തെല്ലാം ചോർന്നു പോകുന്ന കണ്ടോ നിങ്ങള്. ഇങ്ങനെയാണ് നമ്മുടെ സമ്പത്തൊക്കെ ചോർന്നു പോകുന്നത്. നമ്മൾ തിന്നേണ്ട സാധനങ്ങളാ ഇവര് കൊണ്ടുവന്നിട്ട് വല്ലവർക്കും എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പോലും അല്ല, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും അല്ല കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന സംഭവം ഓർത്തിരിക്കണേ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഡ്രെയിൻ ഓഫ് വെൽത്ത് ദാദാഭായ് നവറോജിയുടെയാണ്. ഓക്കെ, അപ്പൊ അത്രേ ഇരിക്കട്ടെ. നമുക്ക് ഡെമോഗ്രാഫിക് കണ്ടീഷൻ തൊട്ട് അടുത്ത ക്ലാസ്സിലാണ് എടുക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽ മില്ലുകൾ മറന്നു പോകരുത്, ടിസ്കോ മറന്നു പോകരുത്, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രികൾ മറന്നു പോകരുത്, GDP-യുടെ കോൺട്രിബ്യൂഷൻ ചെറുതായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഫോറിൻ ട്രേഡിന്റെ അവസ്ഥ വരുമ്പോൾ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.